റെസ്റ്റ് എടുത്തോ. കൊള്ളാം, സംഭവം നന്നിട്ട് വർക്കൗട്ട് ആയിരുന്നു. അവൻ എന്നെ ചേട്ടാന്ന് വിളിച്ച സ്ഥിതിക്ക് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ വയ്യല്ലോ. ചേട്ടാ കാല് കുടുങ്ങി, ചേട്ടാ കാല്. നീ നില്ലനിയാ, ഞാൻ ദാ വരുന്നു. കാല് കുടുങ്ങിയിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയതുകൊണ്ടല്ലേ. ഇറങ്ങി. അങ്ങനെ താങ്ക്സ് ചേട്ടാ. ശരി ശരി. ഹലോ സാർ, ഇവിടെ ഒരാൾ നമ്മുടെ ട്രക്ക് എടുത്തോണ്ട് പോകും സാർ. എന്താ ട്രക്ക് എടുത്തോണ്ട് പോകുന്നു? ആരാ അത്? അത് അന്ന് അവിടെ വന്ന സാറിന്റെ അടുത്ത് വാണിംഗ് തന്നില്ല ഒരാള്. എന്നോട് ആര് വാൺ ചെയ്തെന്നാ? കൊടുക്കാം സാർ. ഹലോ, ആരടാ നീ? നീ ആരടാ? ഹോം മിനിസ്റ്ററാടാ. അയ്യോ സാറേ, ഞാൻ അറിഞ്ഞില്ലട്ടോ. ആ ട്രക്ക് എന്റേതാ. സോറി സാറേ. എത്ര എന്നോട് പറയായിരുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? ആ ട്രക്ക് വിട്ടേച്ച് പോക്കോ. വാക്ക് കൊടുത്തു പോയി സാർ. വാക്ക് കൊടുത്തുന്നോ? അതൊരു 25,000 കോൺട്രാക്റ്റാ സാറേ. ആരുടെ നിനക്ക് കോൺട്രാക്ട്? ശരി, നിനക്ക് വേണ്ടത് വാങ്ങിച്ച് ട്രക്ക് ഉപേക്ഷിച്ചു പോ. അത് പറ്റില്ല സാർ, മാർക്കറ്റിൽ എന്റെ പേര് ചീത്തയായി പോകും. നിനക്കെന്താ പ്രാന്ത? അതിനകത്ത് എന്താ ഉള്ളതെന്നറിയോ? അതിന്റെ ഉള്ളിൽ എന്തായാലും എനിക്ക് പറ്റാ. അടുത്ത പ്രാവശ്യത്തെ സാർ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഇതൊക്കെ പറയാൻ നീ ആരുടെ പന്ന റാസ്കൽ? എത്ര ചീത്ത കേട്ടാലും മാർക്കറ്റിൽ എന്റെ പേര് പോകാരുന്ന മതി സാർ. നീ മര്യാദയ്ക്ക് ട്രക്ക് ഉപേക്ഷിച്ചു പോകുന്നു അതോ ഞാൻ വരണോ? സാർ എന്തിനാ വരുന്നത്? നീ പോകുന്നു അതോ ഞാൻ വരണോ? വേണ്ട സാർ, വരണ്ട സാർ, ഒരു കാര്യമില്ല. എന്റെ അടുത്ത് നാടകം കളിക്കാനല്ലടാ. എന്റെ അമ്മയ്ക്ക് വിളിക്കുന്നോ അന്നായിന്റെ മോനെ. വരും വരുമെന്ന് നീ കുറെ ആയിട്ട് പറയുന്നുണ്ടല്ലോ. വന്നിട്ട് നീ എന്തുണ്ടാക്കാനടാ? എന്തൊലത്താനെന്ന് പറ. നീ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരടാ. നീ നോക്കിയിരുന്നോ? ഇതേ മോഡ് മെയിൻറ്റെയിൻ ചെയ്തോ.
കയറി വന്ന് എന്റെ ആൾക്കാരെ അടിക്കുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യം? ഈ ഡെമോ കണ്ടു കഴിഞ്ഞിട്ടും എന്റെ കാര്യത്തിൽ എത്രയ്ക്ക് സംശയമുണ്ട് സാറിന്? ഓരോ പ്രാവശ്യം എന്റെ ആൾക്കാരെ അടിക്കും, എന്നിട്ട് എന്റെ കാലിൽ വീണ് മാപ്പി ഒതുക്കും. ഇതാണോ നിന്റെ വീരസാഹസം? അന്യായം കാണിക്കുന്നത് ആരാണെങ്കിലും അടിച്ച് പഞ്ചറാക്കുന്ന എന്റെ ശീലം. അത് ആരുടെ ആൾക്കാരാണെങ്കിൽ. ബാങ്കിലും ഹോസ്പിറ്റലിലും മാർക്കറ്റിലും വെച്ച് അവന്മാരെ അടിച്ചത് നിങ്ങളുടെ ആൾക്കാരെ. ആരടാ നീ? നീ ആരാണോ അത് തന്നെയാണ് ഞാനും. അനാഥന. നീയും ഞാനും തമ്മിൽ എന്താ ബന്ധം? നിന്നെ വളർത്തിയ ആ വലിയ മനുഷ്യൻ തന്നെ എന്നെ വളർത്തിയത്. നീ വളർന്നത് ഹൈദരാബാദിലാണെങ്കിൽ ഞാൻ വളർന്നത് ചെന്നൈയിലാണെന്ന് മാത്രം. എട്ടും പൊട്ടും അറിയാത്ത നിന്നെ കൂടെ നിർത്തി ഇത്രയും വളർത്തി വലുതാക്കിയ ആളെ നീ കൊല്ലുവല്ലടാ. ദൈവതുല്യനായ ഒരു മനുഷ്യനാടാ നീ കൊന്നു. ഇത്രയും കാലം നിനക്ക് വിവരമില്ലെന്നാണ് ഞാൻ വിചാരിച്ചേ. ഇപ്പൊ നീ അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിനക്കെന്നോട് സംസാരിക്കാനുള്ള യോഗ്യത പോലും. ഞാൻ എന്റെ ചെയറിലൊന്നിരുന്ന ഈ രാജ്യം മുഴുവൻ എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി നിൽക്കും. അതാടാ ഞാൻ. നീ ഏത് സിംഹാസനത്തിൽ പോയിരുന്നാലും നിന്റെ മുടിക്കുത്തിന് പിടിച്ച് ഞാൻ തെരുവിലേക്ക് വലിച്ചഴിക്കും. ഞാൻ ജനങ്ങളുടെ ഹൃദയം ചവിട്ടി മെതിച്ചു വന്നവനാ. അതേ ജനങ്ങളുടെ ഹൃദയത്തിൽ വളർന്നവനാണ് ഞാൻ. ഇവിടത്തെ പോലീസും പട്ടാളം നിയമമൊക്കെ എന്റെ ചുവപ്പടിക്ക് നിൽക്കും. നിന്റെ കഥ ഞാൻ തീർക്കും. ഞാനാണ് എന്റെ പട്ടാളം. എന്റെ ശത്രു നീയും. നിന്റെ അവസാനം ആരംഭിച്ചു കഴിഞ്ഞതാ. നിന്നെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് അതിനു മുകളിൽ ആ വലിയ മനുഷ്യന്റെ ലക്ഷ്യത്തിന്റെ അടിത്തറ ഞാൻ പാകൂടാ. വലിയങ്കുന്നിന്റെ പണം എവിടെ എത്തണോ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചുറ്റും നിൽക്കുന്നവരുടെ നടുവിൽ നിൽക്കുന്നതാണ് എന്റെ സ്വഭാവം. പക്ഷെ കാശ് മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്നവനാ നീ. നീ റെഡിയായിരുന്നോ? ലൈഫിന്റെ പുതിയൊരു ആംഗിൾ ഞാൻ കാട്ടിത്തരാം. എന്നോട് മുട്ടിയാ പിന്നെ നിന്റെ സർവനാശമായിരിക്കൂടാ. നിനക്ക് നശിപ്പിക്കാൻ മാത്രം എന്റെ അടുത്ത് എന്താ ഉള്ളത്? മണ്ണാങ്കട്ട. ഒരു ഷർട്ടും ഒരു പാന്റും ജോക്കറ്റ് അണ്ടർവെയർ മാത്രം എനിക്ക്. പക്ഷെ ജീവിതത്തിൽ ഒരു സത്യം ഞാൻ നിന്നോട് പറയാം. ഒരു തറയോടെ ഏറ്റുമുട്ടിയാൽ നീ തറ അടിച്ച് വാരേണ്ടി വരും.